ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിതൊരു ഞെട്ടിക്കുന്ന സത്യം പറയട്ടെ. ഞെട്ടില്ലെന്നൊക്കെ കേട്ടിട്ട് പറയാം അല്ലേ? എന്നാ കേട്ട് നോക്കിക്കോളൂ. ഈ ലോകത്തിൽ തന്നെ ഒരു 99% പെൺകുട്ടികൾക്കും ഒരു മീറ്റു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഒന്ന് ഞെട്ടിക്കൂടെ? അതിലും വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ആ പറയുന്ന മീറ്റു അനുഭവത്തിലെ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ നിയർ വൺ ആയിട്ടുള്ള ഒരാളായിരിക്കും എന്നുള്ളത്. ഒരു പെൺകുട്ടിയുടെ ജനന മരണ സമയത്തിനിടയിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു കേസ് അനുഭവപ്പെട്ടിട്ടില്ലാത്തതായിട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രത്തോളം സഫർ ചെയ്യുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ഡിപ്പെൻഡ്സ് എന്തുമായിരിക്കാം, നോട്ട് ഫിസിക്കലി അറ്റ് ഓൾ ടൈം, പക്ഷെ മെന്റലിയോ ഫിസിക്കലിയോ നമുക്ക് അങ്ങനെ ഒരു വിഷമം അനുഭവിക്കാതെ നമുക്ക് ആർക്കും എവിടെ നിന്ന് കടന്നു പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓരോ കാലഘട്ടത്തിലും അതിനതിൻ്റെതായ രൂപങ്ങളുണ്ട് എന്നുള്ളതാണ് സത്യം. തീരെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് എന്തെന്ന് പോലും അറിയാത്ത പലതരത്തിലുള്ള ടച്ചിങ്സ് ഉണ്ടാവുന്നുണ്ട്. അതിപ്പോൾ പലരും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ബാഡ് ടച്ച്, ഗുഡ് ടച്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എന്നിരുന്നാലും അത് അനുഭവിച്ച് തന്നെയാണ് ഓരോ പെൺകുട്ടിയും വളർന്നു വരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ടീനേജേഴ്സ് ആവുമ്പോൾ പിന്നെ നമ്മുടെ ഹോർമോണൽ വേരിയേഷൻസും ഓപ്പോസിറ്റിൽ നിന്ന് വരുന്നതും എല്ലാം കൂടി ആവുമ്പോൾ അനുഭവിക്കുന്ന ഒരുപാട് സ്ട്രെസ്സുകൾ, ഇതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു മെച്യൂരിറ്റി ടൈമിൽ എത്തുമ്പോൾ കിട്ടുന്ന ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന പ്രൊവോക്കേഷൻസ് ഉണ്ട്. അതാണ് ഇതിലൊക്കെ വെച്ചിട്ട് ഏറ്റവും ഇറിറ്റേഷൻ തരുന്നത്. ഈക്വാലിറ്റി ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ അത്ഭുതം. നമ്മൾ ആരോടെങ്കിലും ഒന്ന് തുറന്ന് സംസാരിച്ചാൽ, അടുത്തിടപഴകിയാൽ, എല്ലാവരോടും സംസാരിക്കുന്ന ഒരു ടൈപ്പായാൽ എല്ലാം വളരെ ബുദ്ധിമുട്ട് നേരിടേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. സൊസൈറ്റിയിൽ അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള സ്ത്രീകൾക്കെല്ലാം ഒരു ഫിസിക്കൽ ഇൻറ്റിമസിയോട് ഒരു ഇൻട്രസ്റ്റ് കൂടുതലുണ്ട് എന്നുള്ളൊരു പരക്കെ ആക്ഷേപം വരെ എനിക്കിതിൽ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ പിന്നെ നമ്മൾ എന്ത് സ്വാതന്ത്ര്യം കിട്ടുന്ന സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം. ഇഷ്ടംപോലെ സൈക്കോളജി ക്ലാസ്സുകളും അതേപോലെ ബുക്സും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെ പാടെ നമുക്ക് ആക്കത്തുക മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പുരുഷന്റെ ഹോർമോണൽ വേരിയേഷൻസുമായിട്ട് ഒരിക്കലും ഒരു സ്ത്രീയുടെ കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരു സ്ത്രീയുടെ കേസിൽ പെട്ടെന്ന് ഒരാളോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ കമ്പനിയാവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡസന്റ് മീൻ ഫോർ എ ഫിസിക്കൽ റിലേഷൻഷിപ്പ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇത്രേ പറയാനുള്ളൂ. ഫോഴ്സ്ഫുള്ളി ഒരാളിലേക്കും ഇഞ്ചെക്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ ഓപ്പൺ അപ്പ് ആവുന്ന കാലഘട്ടമാണ്. അവർക്കൊരു ഫിസിക്കൽ ഇൻറ്റിമസി തോന്നിയാലോ, അതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നിയാലോ ഡയറക്റ്റ്ലി നിങ്ങളോടത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കും. അല്ലാതെ നിങ്ങളത് ഇഞ്ചെക്ട് ചെയ്ത് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് സൊസൈറ്റിയിൽ എല്ലാവരോടും വളരെ ഹാപ്പി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ജീവിക്കാൻ ആഗ്രഹമുള്ളവരാണ്. ഇതൊരു അടച്ചാക്ഷേപിച്ചിട്ടുള്ള പറച്ചിലൊന്നുമല്ല. ഈ പറഞ്ഞതുപോലെ ബാഡായിട്ടും ഗുഡായിട്ടും ഒക്കെ എല്ലാ മനുഷ്യന്മാരിലും ഘടകങ്ങളുണ്ട്. പക്ഷേ ചുറ്റിലുമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ, നേർക്കാഴ്ചയിൽ വരുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ളൊരു മാറ്ററാണ് ഇത്. ആർക്കെങ്കിലും ഒക്കെ മനസ്സിലാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളിലൂടെ ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ നിങ്ങൾ അവസരം ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങളുടെ ചുറ്റും അവരിങ്ങനെ പാറി പറന്ന് നടക്കട്ടെ. സോ നിങ്ങളിലേക്ക് എത്തേണ്ടവർ നിങ്ങളിലേക്ക് എത്തും, അല്ലാത്തവരങ്ങനെ പാറി പറന്ന് പോട്ടെ അല്ലേ? താങ്ക് യു.